എവിടെയാ? ചേട്ടാ ചെറിയ കുഞ്ഞിനുണ്ട്, ചെറിയ കുഞ്ഞ് നോക്കണേ, പാലട്ടാ മുട്ടല്ലേ. പിന്നെ സെറ്റാരും കൂടെ കാണിച്ചുതരാം. കല്ലേരി ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലാണ്. ആറളം ഫാമിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ആറളം ഫാമിനെക്കുറിച്ചും അതിൻ്റെ ആ ഒരു പ്രദേശത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒത്തിരി അധികം നമ്മുടെ ചാനലിൽ കൂടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് 2 പേര് കാട്ടാന ആക്രമണത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ അതിനുശേഷം 2 പേരെ കാട്ടാന ആക്രമിക്കുകയും ഒക്കെ ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായി. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് ഇഷ്ടം പോലെ കൃഷികളും കാര്യങ്ങളൊക്കെ കാട്ടാന നശിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ കാട്ടാനയെ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ആറളം ഫാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാട്ടാനേനെ തുരത്താനായിട്ട് പല പല മാർഗ്ഗങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഈ തൊട്ടുപുറകിൽ കാണുന്ന ഈ മോഡൽ ഫെൻസിങ്, അതായത് ഇലക്ട്രിക് ഫെൻസിങ് ഉപയോഗിക്കാറുണ്ട്, ഹാങ്ങിങ് ഫെൻസിങ്. അതുപോലെ തന്നെ ഇപ്പോൾ ആനമതിലിൻ്റെ പണി നടക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണി കുറേ കാലമായിട്ട് തീരാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പണി തീർന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ഒരു 90% പ്രശ്നവും തീരേണ്ടതാണ്. പക്ഷേ അതിൻ്റെ പണി തീരുന്നില്ല. അപ്പോൾ ഏതായാലും അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ആനശല്യം വളരെ രൂക്ഷമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് എല്ലാ ആളുകളും പറയുന്നത്. അപ്പോൾ അടുത്ത സെക്കൻഡിലൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അത്ര രൂക്ഷമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ചെറുപ്പക്കാർ AI സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുള്ള കാട്ടാനയെ തുരത്തുന്ന ഒരു മെക്കാനിസമായിട്ട് അവർ വരുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ അത് ഓൾറെഡി പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അത് വിജയമാണെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് AI ടെക്നോളജിയുടെ ഇത്തരം എലി ഫെൻസിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. വയനാട്ടിൽ ഇരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇതുപോലെ AI ടെക്നോളജി ഉപയോഗിച്ചുള്ള എലി ഫെൻസിങ് സ്ഥാപിച്ചൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചാണ്. ആ ഒരു സംവിധാനം വളരെ അധികം വിജയം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പിന്നീടുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്. വളരെ എഫക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ചിലവുള്ള ഒരു പരിപാടിയാണ്. 10-70 ലക്ഷം രൂപ ചിലവുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ ഇവിടെ ഈ 2 ചെറുപ്പക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു ടെക്നോളജിയുടെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അതിൻ്റെ ചിലവിൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ ഏതായാലും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളേതായാലും ആ ഒരു വ്യക്തികളെ തന്നെ, അത് കണ്ടുപിടിച്ച് ആ പയ്യന്മാരെ തന്നെയാണ് കാണാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് പരിചയപ്പെടുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിനെക്കുറിച്ച് കേൾക്കാം. ഏതായാലും ഇത്തരമൊരു ടെക്നോളജി ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളിനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിനി കൂടുതലായിട്ട് അതിനെക്കുറിച്ചാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? പേര് ഡോക്ടർ KP നിതീഷ് കുമാർ, ആറളം ഫാമിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഓക്കെ. ഇപ്പം ഇങ്ങനെ ഒരു ടെക്നോളജിയുമായിട്ട് ഇവർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ആറളം ഫാമിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വന്യമൃഗശല്യമാണ്. അപ്പോൾ പലതരത്തിലുള്ള ഫെൻസിങ്ങും പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു നോക്കി. അപ്പോഴാണ് ഈ പുതിയ യുവാക്കളുടെ പുതിയൊരു ടെക്നോളജി ആയിട്ട് അവർ മുന്നോട്ട് വന്നത്. ആറളം ഫാമിൽ ഏറ്റവും കൂടുതൽ ആനയുള്ള സ്ഥലം എന്ന നിലയിൽ ഇവിടെ അത് പരീക്ഷിച്ച് നോക്കാമെന്ന ഒരു രീതിയിലാണ് ഇവിടെ എത്തിയത്. അപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഈ ഒരു മെഷീൻസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അതിനുശേഷം ഒരു തരത്തിലും ആനകൾ വരാത്തൊരു സാഹചര്യമാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എഫക്റ്റീവാണ്. ഇനിയും ഞങ്ങളത് കുറച്ച് ദിവസം കൂടി വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു പരിപൂർണത അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട തലശ്ശേരി സബ് കളക്ടറും ആറളം ഫാമിൻ്റെ MD-യുമായ കാർത്തിക് പണിഗ്രഹ AS ഞങ്ങളോട് അത് കൂടുതൽ അത് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അതിനെ ഒന്ന് എഫക്റ്റീവാക്കി മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പേരെങ്ങനെയാണ്? ജിഷോയ്. നിങ്ങൾ ഒരാളും കൂടെ ഉണ്ടല്ലേ? നിങ്ങൾ 2 പേരും ഏത്? മറ്റേ പേരെങ്ങനെ? അഭിജിത്ത്. ഓക്കെ. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ പഠിക്കുകയായിരുന്നു, ബിടെക്കിന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയായിട്ട് നടക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് കുറച്ച് മൃഗങ്ങളുടെ ശല്യമൊക്കെ വയലിലൊക്കെ വന്നു തുടങ്ങിയത്. എവിടെ, ഏത് ജില്ലക്കാരാ? മലപ്പുറം. എവിടെ കറക്റ്റ് സ്ഥലം? തവനൂരാണ്, കുറ്റിപ്പുറത്തിനടുത്ത് തവനൂർ. അവിടെ വന്യമൃഗ പ്രശ്നമുണ്ട്. ഈ വൈൽഡ് ബോർ
ഒരുപാട് കാട്ടുപന്നിയുടെ ശല്യം ആ ഒരു പ്രശ്നമാണോ ഇത് ഈ ഒരു ചിന്തയിലേക്ക് വരുന്നത്? അതെ, അതിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടത്ത് വൈകിട്ട് കിടക്കുകയാണ് ചെയ്യാറ്. പിന്നെ അതിൽ നിന്ന് കാവലെടുക്കായിരുന്നു. അപ്പൊ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ അതിൽ നിന്ന് കൃഷിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായി കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. എനിക്ക് പറഞ്ഞാൽ ആ പാടത്ത് രാത്രി പോയി കിടക്കേണ്ട ഒരു കിടപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ഒത്തിരി ആളുകൾക്ക് ഉപകാരമാകുമെന്ന് തോന്നുന്നു. കാരണം നിങ്ങളിതിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ച കഴിഞ്ഞു. ഇതിപ്പോൾ എങ്ങനെയാണ്, എത്ര ഇത് നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നോ? സാർ കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നല്ലേ? ആ മൃഗങ്ങൾ വന്നിട്ട് പോകുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല, അടുത്തേക്ക് വരുന്നില്ല. ശരിക്കും ഇപ്പം ഈ പ്രദേശത്തൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഷുവർ. ഇവിടെ ഈ ഫെൻസിങ് ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി പൊട്ടിക്കുന്ന സ്ഥലമല്ലേ? 30ഓളം തവണ പൊട്ടിച്ചെന്നാ സാർ പറഞ്ഞത്. ഈ ഒരു ഫെൻസിങ് അതെ. എന്നിട്ട് എപ്പോഴും വെൽഡ് ചെയ്യായിരുന്നു. വെൽഡിങ്ങിന്റെ പാട് കാണുന്നല്ലേ? അതെ, താഴത്തെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അതെ ജോയിൻ ചെയ്ത് വെക്കുക അല്ലേ? അതെ. അപ്പം അതിൽ നിന്ന് ഒഴിവായിട്ടാണ് ഇത് സ്ഥലത്ത് കണ്ടത്. പിന്നെ ഈ ഭാഗത്താ വെച്ചല്ലേ? അതെ. ഇവിടെ മൊത്തം ഇപ്പം എത്ര എണ്ണം വെച്ചു? ഇവിടെ 5 എണ്ണം സാർ വെച്ചിട്ടുള്ളത്. 5 എണ്ണം അല്ലേ? ആ വെച്ച ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഓഹോ. അല്ലെങ്കിൽ ദിവസം എന്ന് പറയുന്ന പോലെ നടന്നുകൊണ്ടിരുന്ന സ്ഥലം അല്ലേ? അടുത്ത പ്ലാൻ എന്താ? ഇത് കൂടുതൽ സ്ഥലത്തേക്കും കൂടെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആന, കടുവ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങൾക്കും ഓരോ ഡിവൈസിന് ഒറ്റ കോമൺ ഡിവൈസിൽ എല്ലാ മൃഗങ്ങളെയും ഒന്നിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റും. അത് മൃഗം ഏതാണ് സെൻസ് ചെയ്തിട്ട് അതിന് ഒഴിവാക്കുന്ന രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും ചോദിച്ചിട്ടും മെയിൻ കാര്യം ചോദിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് 4 സെൻസേഴ്സായി കാണിക്കുന്നത്. ഏതാ ഇത്? 4 സെൻസേഴ്സാണത്. ഓക്കെ. ഇത് മൃഗം അടുത്തെത്തുമ്പോൾ തന്നെ സെൻസർ ആക്റ്റീവ് ആവും. സെൻസർ ആക്റ്റീവ് ആയാൽ തന്നെ ലൈറ്റും സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 4 തരം സൗണ്ട്സ് ഉണ്ടായിരിക്കും. ഓരോ തവണ വരുമ്പം വ്യത്യസ്ത സൗണ്ട്സ് ആണ് കേൾക്കാം മൃഗത്തിന്. ആ മൃഗത്തിന് ഒരിക്കലും അത് ശീലാവില്ല. ഓരോ തവണയും വ്യത്യസ്ത സൗണ്ട്. ഓക്കെ. ഈ സൗണ്ടിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നല്ല ചെവിട്ടിലൊക്കെ തുളച്ച് കയറില്ല, അങ്ങനത്തെ സൗണ്ട്സ് ആയിരിക്കും. ഹൈ ഫ്രീക്വൻസി ഉള്ള നോയ്സ് ആയിരിക്കും. ഈ ഡെസിബിലായിരിക്കും. പിന്നെ ലൈറ്റ്സും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ. ലൈറ്റ്സും അങ്ങനെ തന്നെയാണ്. ഓഹോ. ഇത് എങ്ങനെയാണ്? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് രാത്രിയും പകലും ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്? രാത്രി മാത്രം വർക്ക് ചെയ്യുന്നതുകൊണ്ട് രാത്രിയും പകലും വർക്ക് ചെയ്യുന്നതുകൊണ്ട്. രാത്രിയും പകലും ആകുമ്പോൾ പിന്നെ പകലും മൃഗം വന്നാലും അടിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബെസ്റ്റ് രാത്രി ആയിരിക്കും. രാത്രി അങ്ങനെ രാത്രി മാത്രം വർക്ക് ചെയ്യും. പകല് ഡിവൈസ് സ്ലീപ്പ് മോഡിലേക്ക് പോകും. അങ്ങനെ പോകും അല്ലേ? ഇതാണല്ലേ അതിൻ്റെ സെൻസർ വരുന്നത്? യെസ്. എല്ലാ സൈഡിലും സെൻസർ ഉണ്ടല്ലേ? അതെ, ചുറ്റുഭാഗം സെൻസർ. ഓക്കെ. സാർ ഇതേ കണ്ടോ? ഇതിപ്പോൾ ഇൻഡിക്കേറ്ററാണ്. സിസ്റ്റം ഓൺ ആണല്ലോ ഇൻഡിക്കേറ്റർ. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് രാത്രി വർക്ക് ചെയ്യുന്ന ഡിവൈസാണ്. പകരം പകല് സ്ലീപ്പ് മോഡിലേക്ക് മാറും. ഇനി രാത്രി ആകുമ്പോൾ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. അതാണ് ഇത് ഇൻഡിക്കേറ്റർ ചാർജിങ് ആണ്. ഡിവൈസ് ചാർജ് ചെയ്യുന്നതെന്നുള്ള ഇൻഡിക്കേഷനാണ്. പിന്നെ ഈ ആനേനെ സംബന്ധിച്ച് ആന ഓരോ പ്രാവശ്യം ഈ സൗണ്ട് കേട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനോട് ശീലമാവുന്നൊരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആ ഒരു സംഭവം അതിനെ ഓവർകം ചെയ്യുമോ ആന? ചെയ്യുന്നതാണ് സാർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ ആന ഇപ്പോൾ ഈ ഒരു സറൗണ്ടിങ്സിൽ എത്തുമ്പോൾ മാത്രമേ അടിക്കുള്ളൂ. ആ സഡൻ ഒരു ഇമ്പാക്റ്റാണ് ആനയ്ക്ക്. അത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ടക്ക് എന്നിട്ട് ഒരു തലക്കടിക്കുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും ആന. പിന്നെ ആന ഇത് കേൾക്കുമ്പോഴത്തേനും തിരിഞ്ഞോടാനുള്ളൊരു ടെൻഡൻസിയാണ്. കാരണം അത്രയും ഷാർപ്പ് സൗണ്ടും ലൈറ്റ്സും ആയതുകൊണ്ട്. പിന്നെ ആന കുറച്ച് ദൂരത്ത് എത്തുമ്പോൾ കേൾക്കുന്നത് വേറെ സൗണ്ടാണ്. അപ്പോഴത്തേനും ഇതിൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് ശീലാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു സ്ഥലത്തോട് ആന ക്രോസ് ചെയ്യുന്ന ഒരു വിഷ്വൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. പടക്കം പൊട്ടിക്കണം അവിടെ. ഇപ്പല്ലേ ഞാൻ കണ്ടിന്. ഞാൻ ക്യാമറ നല്ലേരിയല്ലേ? പിന്നെ സെറ്റാരും കൂടെ കാണിച്ചുതരാം. നോക്കറാ ഇതാ കാണുന്ന ഉണ്ടാ കാണുന്നുണ്ടോ? മഞ്ഞൾ വെക്കുന്നിടത്ത് കല്ലേരി വെക്കുന്നത്, മഞ്ഞൾ വെക്കുന്നിടത്ത് കത്തിയതിൻ്റെ ഉള്ളിൽ അപ്പൊ അതിപ്പോ പടക്കം പൊട്ടിച്ചിട്ട് വയനാട് പണി വരും. ഏതാ കൊമ്പ് നോക്കല്ലേ? എന്റെ പൊന്നു. നൈറ്റ് ഡ്യൂട്ടിക്കാരിപ്പോ ആരാ ഉള്ളതെന്ന് ജെയ്സനോട് വരാൻ പറയും. ഏതാ കൊമ്പ് നോക്ക്? എ ക്ലാസ് കൊമ്പ് വേഗം. എന്റെ പൊന്നടാവേ. വേണ്ട മരുന്ന്
എങ്ങോട്ടാ അതിൻ്റെ വരവ്? ഏ നിപ്പ് നോക്കാവൂ, അതിട്ട് നോക്ക് ചേട്ടാ. വാവട്ടെ നോക്കാം വാട്ടാ, വാ വാ വാ, നോക്ക് 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 സജുവേട്ടാ, ഇപ്പം നോക്ക് സജുവേട്ടാ, കറക്റ്റാണ് ഇപ്പം നോക്ക്. പക്ഷെ എൻ്റെ പൊന്നേതാ കൊമ്പ് നോക്കില്ലേ, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീട്ടിൽ വീഡിയോ വീഡിയോ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇല്ലേ? കിട്ടിയ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പകർത്തിയൊരു ദൃശ്യം കേട്ടോ. ഇതേപോലെയാണ് ഈ ഫെൻസിങ് ഒക്കെ ഏതെങ്കിലും ഒരു സമയം ഇത് എല്ലാ ദിവസവും പല സ്ഥലങ്ങളിലെയും പൊട്ടിച്ചിട്ട് തന്നെയാണ് ആന ക്രോസ് ചെയ്ത് പോകുന്നത്. കാരണം ഫെൻസിങ് ഒരുമാതിരി എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു ഫെൻസിങ് ഇതിനൊരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇത്തരം പുതിയൊരു ടെക്നോളജി ഇപ്പോൾ ഏതായാലും നമുക്കൊക്കെ പ്രതീക്ഷ തരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഏതായാലും ഇവരുടെ കൂടെ നിന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് വീക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇന്ന് രാത്രി നമുക്ക് കറക്റ്റായിട്ട് കാട്ടാന വരുന്നതും ഇത് അലാറം സിസ്റ്റം വർക്ക് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇന്ന് കാണാനായിട്ടും അത് മനസ്സിലാക്കാനായിട്ടും ഒക്കെ സാധിക്കും. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വന്യമൃഗത്തിൻ്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മളിവിടെ നിന്നൊക്കെ നോക്കിയാൽ പല സമയത്തും ഈ ഭാഗത്തൊക്കെ ആനകളെ കാണാൻ സാധ്യതയുള്ളൊരു പ്രദേശം തന്നെയാണ്. അത്രയും തീവ്രമായ ഒരു പ്രദേശത്ത് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ നിന്നപ്പം തന്നെ അവിടെ മയിലിനെയൊക്കെ നമുക്കിവിടെ കാണാം. മയിലുകൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയ ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു 10-20 മയിലുകളൊന്നും അല്ല ഇവിടെ കണ്ടത്. പത്രത്തോളം എല്ലാ തരം വന്യജീവികളും ഈ ഒരു പ്രദേശത്തുണ്ട് കേട്ടോ. പക്ഷേ ആനകളുടെ ശല്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഏതായാലും നമ്മളിന്ന് ജിഷോയ് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ജിഷോയും ജിഷോയുടെ സുഹൃത്തും കൂടെയാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഏതായാലും അവരുടെ ആ ഒരു കണ്ടുപിടുത്തം ഒത്തിരി അധികം ആളുകൾക്ക് ഉപകാരം വരുന്ന ഒരു സംഭവം തന്നെയായി മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. നമ്മളോടിപ്പോൾ നിതീഷ് സാറ് സംസാരിക്കുന്നതും നമ്മൾ കേട്ടു. കാരണം അതുപോലെ ബുദ്ധിമുട്ട് ഏറിയൊരു പ്രശ്നമാണ് ഈ ആന പ്രശ്നം എന്ന് പറയുന്നത്. അത് ആറളം ഫാമിൽ, ആറളം ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഫാം പോലെ തന്നെ ആയിരിക്കുകയാണ്. കാരണം അതുപോലെ കാട്ടാനകളാണ് ഈ ഒരു പ്രദേശത്ത് വിഹരിക്കുന്നത്. ഒത്തിരി അധികം നാശനഷ്ടം എല്ലാ മേഖലകൾക്കും വരുന്നുണ്ട്. കാർഷിക മേഖലകൾക്കും അതുപോലെ തന്നെ ആളുകളുടെ ജീവൻ പോകുന്നു, എല്ലാ തരത്തിലും. അപ്പോൾ വളരെ ചിലവ് ചുരുക്കി ഇത്തരമൊരു ടെക്നോളജി ഇങ്ങനെ ഇറക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആ ടെക്നോളജി വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ആ പ്രദേശത്തൊന്നും ആനയുടെ ശല്യം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ
അത് വരും ദിവസങ്ങളിൽ നമുക്കത് എഫക്റ്റീവായിട്ട് തന്നെ മാറും. അത് മാത്രമല്ല അത് കൂടുതൽ ഏരിയകളിലേക്ക് അത് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ തന്നെ സംഭവിക്കട്ടെ, നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് വരട്ടെ. അങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഇവരുടെ കൂടെ നിന്ന് ഇതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ടുള്ളൊരു ശ്രമവും നമ്മൾ നടത്തുന്നതായിരിക്കും. മാവിനെ അടുത്ത് അതെന്നാ അരിമൂടി കുടിക്കാൻ വയ്ക്കും. നമ്മളിപ്പോൾ കാണുന്ന ഇവിടെ ആർളം ഫാമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് അവർ ഫെൻസിങ് വൈകിട്ട് ഫെൻസിങ് കറക്റ്റാക്കണം കേട്ടോ. ചെറിയ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവരുടെ ഡെയിലി റുട്ടീനാട്ടോ. ഇവരെല്ലാ ദിവസവും ഇവർ ചെയ്യും. ഫെൻസിങ് ആണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ അവരുടെ കൂടെ നമ്മൾ ആ ഒരു സിസ്റ്റം ഫിക്സ് ചെയ്യാനായിട്ട് ഒന്ന് ഇറങ്ങി കേട്ടോ. ഉണ്ട് 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 ഉണ്ട്. ഇതൊക്കെ ഓടിക്കുന്നതാ ഈ കശുമാവൊക്കെ? അതെല്ലാം ഓടിക്കുന്നത്. ആരും ഓടിക്കുന്നത് ഇവിടെ അവിടെ വെക്കാനാ ഉദ്ദേശിച്ചത്. താഴെ അവിടെ താഴെ മറ്റേ ആ മാവിൻ്റെ അകത്ത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കണം. ചോദിച്ചേട്ടാ ഇവിടെ ഈ റൂട്ടിൽ ഇവിടെയാ? അതെ, അവിടുന്ന് വരുമ്പോഴേ ഇത് ഇങ്ങോട്ട് വിടുമ്പോ ഇവിടുന്നല്ലേ ആയിരിക്കും കറക്റ്റും കൂടെ കുറച്ചുകൂടെ തെളിച്ചോളെ. ഇവിടെ അങ്ങോട്ട് കിടക്കോ? അങ്ങോട്ട് കിടക്കും അല്ലേ? തെങ്ങല ആ റോഡെ കൂടെ കിടക്കുന്ന ചേട്ടാ ഈ ഭാഗത്ത് എവിടെയും ഇത് വേണ്ടത് അല്ലേ? അല്ലെങ്കിൽ കിട്ടിയാലോ അത് പറഞ്ഞേ ഇതിലല്ലേ വരുവാ? അത് പറഞ്ഞേ. ഞാൻ പറഞ്ഞ ഈ തെങ്ങ കെട്ടുന്നായിരിക്കും അല്ലേ? കിട്ടിയാലോ? ആ അതല്ലേ? ഇതിനുള്ള ക്യാമറ വെക്കണം. നമുക്ക് ഇതാണ് വെക്കുന്നത്. അത് വെക്കുമ്പോ കിട്ടുമോ നോക്കണം. നോക്കി നോക്കണം. അവിടെ അതന്നെ അവിടെ ഒന്ന് ഉടച്ച് കയറി തന്നെ. അങ്ങോട്ടല്ല, മരം കൂട്ടി അങ്ങോട്ട്. അതന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ ആനകൾ അല്ലെങ്കിൽ ആനകൾ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ഒരു പ്രദേശത്താട്ടോ. ഇവിടെ ഈ സിസ്റ്റം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ക്യാമറയും കൂടെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ടോമിച്ചേട്ടനും അതുപോലെ തന്നെ ജിഷോയും അതിൻ്റെ മുകളിൽ കയറി കെട്ടിക്കൊണ്ടിരിക്കുന്നു ആ ക്യാമറ. ഈ ക്യാമറ ആട്ടോ നമ്മൾ വെക്കുന്നത്. നമ്മൾ കറക്റ്റ് ഇഷ്ടം പോലെ രാത്രി ആന ഉള്ള ഒരു പ്രദേശമാണ്. നമ്മൾ ഇടയ്ക്ക് ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തേക്കാം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ സിസ്റ്റം കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. നമ്മളിവിടെ കെട്ടിക്കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ ജീപ്പ് പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. എവിടെയാ? ചോദിച്ചേട്ടാ ചെറിയ കുഞ്ഞിനുണ്ട്. ചെറിയ കുഞ്ഞ് നോക്കണേ, പാലട്ടാ മുട്ടല്ലേ?
അങ്ങോട്ട് കയറിയോ? അവിടെയുള്ള ക്യാമറ വെച്ച സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? കാല് മാത്രമേ എത്തുള്ളൂ. മാവിന്റെ ഉള്ളിലായതുകൊണ്ട് അല്ല നമുക്ക് കുഞ്ഞാണ്ട് തിരിയോട്ടെ, അത്ര ചെറിയ കുഞ്ഞാണ്ട് അങ്ങോട്ട് തിരിയാണ്ട് വരേണ്ടത്. ചെറിയ ശരിക്കും കൊമ്പന കേട്ടോ, കൊമ്പന ചെറിയ കൊമ്പന. ഇപ്പൊ നമ്മളെ കറക്റ്റ് ദൂരത്തിലടിക്കുവോ? കൂടുതൽ സമയത്തേക്ക് ആക്കി വെച്ചാലോ? മരപ്പെടുത്തണോ? അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫിറ്റ് ചെയ്ത സാധനം അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. കൂട്ടണോ? വരുമ്പോ കൂട്ടല്ലേ? അടുത്ത സാധനം ഉണ്ട് കേട്ടോ. കൽപ്പന മലയിലോ ലൈറ്റ് ഇച്ചിരി പോയി അങ്ങോട്ടല്ലേ കടന്നു. അടിപൊളി. ആ ലൈറ്റ് അതിൻ്റെ നേരെ തന്നെ പിടിച്ചോ. ഉള്ളം മണ്ണി അടിപൊളി. ഇവിടെ ഇല്ലാത്ത സാധനമൊന്നും ഇല്ലല്ലോ. ലൈറ്റ് എടുക്കും, ലൈറ്റ് എടുക്കും. അതെടുക്കാം. ആ ലൈറ്റ്, ചേട്ടൻ്റെ ലൈറ്റ് ഒന്ന് തിരിച്ച് അതിൻ്റെ നേരെ. നിർത്തി. ആ ലൈറ്റ് ഒന്ന് അടിച്ച, ടോർച്ച് ഒന്ന് അടിച്ച നേരെ മുന്നോട്ട്. അതിൻ്റെ നേരെ അടിച്ചോ. കല്യാണം മാവില്ലേ? ഇത് മാവല്ലേ? ആ പ്ലാവ്. അതിൻ്റെ നേരെ പിടിച്ചു, അതിൻ്റെ നേരെ. ഇല്ലല്ലോ, കൊമ്പനല്ലേ? ഇവരുടെ എല്ലാവരെയും ബാക്കി വേണമല്ലോ നിങ്ങൾക്ക് പറക്കി വെക്കാം. ചേട്ടാ അങ്ങനെ തന്നെ ലൈറ്റ് എടുക്കും കേട്ടോ. അതിൻ്റെ നേരെ തന്നെ മുന്നോട്ടേക്കോ. ചേട്ടാ മുന്നോട്ടേക്കോ വണ്ടി. ഇവിടെ പോകുന്നില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ആനയുണ്ടോ? അമ്മ അത് മോഴയാ, മോഴ. മറ്റേ സാധനം അങ്ങോട്ട് പോയി, മുന്നോട്ടാക്കി, മുന്നോട്ടാക്കി. അങ്ങോട്ടേ കാണും. അങ്ങോട്ട് പോയിടോ. വേണ്ട കണ്ണുണ്ടോ? അങ്ങോട്ട് പോകും. എവിടെ? ടോർച്ച് അടിക്ക്, ഫ്രണ്ടിലടിക്ക്. ടോർച്ച് അടിക്ക്, ടോർച്ച് അടിക്ക്. കള്ളങ്ങുന്നു. അതിൻ്റെ നേരെ അടിച്ചോ. അത് തിരിയാനോ അല്ലേ? ഇല്ല. അതിൻ്റെ നേരെ അടിക്കാം. ഫ്രണ്ടിലേക്കാക്കിയോ? ശരിയില്ലേ? ടോർച്ച് അടിക്കാമോ ചേട്ടാ?
അപ്പുറത്തെ സൈഡ് നോക്കിയോട്ടോ, അപ്പുറത്തെ സൈഡ് നോക്കിയോ. അല്ല ഒന്നുകൂടെ അപ്പുറം ഉണ്ട്. ആ ഇച്ചിരി മുന്നോട്ടാക്ക്, ഇച്ചിരി മുന്നോട്ടാക്ക്, വണ്ടി മുന്നോട്ടാക്ക്. അതിൻ്റെ നേരെ എടുക്കണേ. നമ്മളതിൻ്റെ അടുത്തേക്ക് വരുമോ? അതിന് നേരെ അടിക്കും, നേരെ അടിക്കും. വരുമോ? നമ്മളതിൻ്റെ തൊട്ടടുത്ത് കൂടെയാണല്ലോ പോയത്. അങ്ങനെയല്ലേ? മറ്റേ ലൈറ്റ് ലൈറ്റ് ഓണാക്ക്. ആ അവിടെ മോനെ ഇതന്നെ ഇതുള്ള ജെറ്റ് വിമാനം. എന്ത് സ്പീഡിലല്ലേ പറക്കാണ്. എന്താ സ്പീഡാ? തന്നെ നേരിട്ട് ഏതായാലും രാത്രി ഏറെ വൈകിയും വെളുപ്പിന് ഒരു 3-3:30 വരെയൊക്കെ നമ്മൾ ഈ ഒരു ടെക്നോളജി എങ്ങനെ ആന അതിനോട് പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഒരു പ്രാവശ്യം പോലും ആന ആ ഒരു മെക്കാനിസത്തിൻ്റെ അടുത്തോട്ട് വരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. ഒരു പക്ഷേ ആന ഇതിൻ്റെ ദൂരെ നിന്ന് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആന ആ ഒരു പ്രദേശത്തേക്ക് വരാതിരിക്കുന്നതായിരിക്കാം. ഇപ്പോൾ പല ദിവസങ്ങളായിട്ട് ഇവർ അത് പല സ്ഥലങ്ങളിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടും ആന ഈ ഒരു മെക്കാനിസത്തിൻ്റെ അടുത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ ഒരു സംഭവം സക്സസ് ആണ്. പക്ഷേ അതിൻ്റെ ആന കറക്റ്റായിട്ട് അവിടെ വരുമ്പോൾ ആന ഓടി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആന പേടിച്ചോടുന്ന ഒരു രംഗം കിട്ടാനായിട്ട് ഞങ്ങൾ കുറേ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല കേട്ടോ. ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും.